ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലെ ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരിക്കൽ ഹോൾമൻ ഹണ്ട് തൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ സന്ദർശിക്കുവാൻ വന്ന ആളുകളുമായി സംസാരിക്കുകയായിരുന്നു. സന്ദർശകർ അദ്ദേഹത്തിൻ്റെ ചിത്രകലാ വൈദഗ്ധ്യം നിറഞ്ഞ സുപ്രസിദ്ധി ആർജിച്ച ചിത്രത്തെ നോക്കി അത്ഭുതപ്പെട്ടു. ലോകത്തിൻ്റെ ദീപം എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ക്രിസ്തു ഒരു ദീപം തൻ്റെ മൃദുലമായ പാവന പാണിയിൽ വഹിച്ചും കൊണ്ട് ഒരു പ്രവേശന കവാടത്തിൻ്റെ സമീപെ മുട്ടിക്കൊണ്ട് നിൽക്കുന്നതാണ് ആ ചിത്രം. സന്ദർശകരിൽ ഒരുവൻ അവധാനപൂർവ്വം വിചിന്തനം ചെയ്ത ശേഷം സാവധാനം എഴുന്നേറ്റ് സൃഷ്ടിപരമായ ഒരു നിർദ്ദേശം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഹോൾമൻ, ചിത്രത്തിന് എന്തോ പോരായ്മയുണ്ട്, ഏതോ കുറവുള്ളതുപോലെ തോന്നുന്നു. സസൂക്ഷ്മം പരിശോധിച്ച ശേഷം വീണ്ടും അയാൾ പറഞ്ഞു, നോക്കൂ, ആ കവാടത്തിന് പുറത്തു നിന്ന് സൗകര്യമായി തുറക്കുവാനുള്ള കൈപ്പിടിയില്ല. ശരി തന്നെ, ചിത്രകർത്താവായ ഹോൾമാൻ അത് വാച്യാർത്ഥത്തിൽ സമ്മതിച്ചു. പക്ഷേ സന്ദർശകൻ ചൂണ്ടിക്കാട്ടിയത് ഒരു അപാകതയല്ലെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഹോൾമാൻ ഇങ്ങനെ പ്രതിവചിച്ചു, ഈ പ്രവേശന കവാടം അഥവാ വാതിൽ മനുഷ്യ ഹൃദയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ അത് തുറക്കുവാൻ സാധിക്കുകയുള്ളൂ, പുറത്തു നിന്ന് തുറക്കുവാൻ കഴിയുകയില്ല. പരമപിതാവ് സ്വർഗനാഥൻ ഏകാഗിയായി ഒരു അഭയാർത്ഥിയെ പോലെ നിൽക്കുകയാണ്. സ്നേഹചുംബനത്താൽ നമ്മെ ആശ്ലേഷിച്ചുമ്മ വയ്ക്കുവാനും സ്നേഹത്തിൻ്റെ നറുതേൻ പകർന്നു തരുവാനും നമ്മെ വട്ടമിട്ട് നിൽക്കുന്ന ആത്മീയ ദാരിദ്ര്യത്തെ മാറ്റി ആധ്യാത്മികമായി സമ്പന്നരാക്കുന്നതിനും സ്വർഗീയ ഭവനത്തിൽ അവനോടുകൂടെ നീണാൾ സ്വർഗീയ സുഖം അനുഭവിച്ച് ജീവിക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് ക്ഷമാപൂർവം നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നത്. പ്രിയമുള്ളവരെ, ആ കവാടം തുറന്നു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നാം തുറക്കാതെ കർത്താവ് പ്രവേശിക്കില്ല. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവ് ഇതിന് പ്രദാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ഷണമുണ്ടെങ്കിൽ മാത്രമേ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മുട്ടുന്ന ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയ കവാടം തുറന്ന് നല്ല മനസ്സോടുകൂടെ ആ ദിവ്യനാഥൻ്റെ പ്രവേശനത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയ കവാടങ്ങളിൽ അങ്ങ് മുട്ടുമ്പോൾ കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടെ അങ്ങേക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് ഒരുക്കണമേ. കർത്താവെ, ഈ ലോകപ്രകാരമുള്ള ജഡിക സുഖങ്ങളും ജഡിക മോഹങ്ങളും വെടിഞ്ഞുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവെ, ആത്മീയ നിറവോടുകൂടെ ജീവിപ്പാനുള്ള കൃപ ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.